ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം വീടുകളിൽ ഇപ്പം 2 നിലയും 3 നിലയും ഒക്കെ ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ പൂജാമുറി താഴത്തെ നിലയിലാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വാസ്തുവിൽ എന്തെങ്കിലും മുഖ്യത പറയുന്നുണ്ടോ എന്ന് നോക്കാം. വാസ്തു നിയമങ്ങൾ പാലിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്ന കാര്യമാണ്. വാസ്തുശാസ്ത്രപ്രകാരം പൂജാമുറി ശരിയായ ദിശയിൽ തന്നെയാണ് നമ്മൾ വീട് പണിയുമ്പോൾ വയ്ക്കേണ്ടത്. ഗൃഹത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് പൂജാമുറി വരുന്നതാണ് എപ്പോഴും ഏറ്റവും ഉത്തമം. പൂജാമുറി ഇല്ലെങ്കിൽ വീടിൻ്റെ മധ്യഭാഗത്ത് നിലവിളക്ക് തെളിയിക്കാം. ഭിത്തികളിൽ ചെറിയ ശ്രീകോവിൽ രൂപങ്ങൾ വയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ പല നിലകളുള്ള വീടാണെങ്കിൽ, അതായത് 2 നിലയോ 3 നിലയോ ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ താഴത്തെ നിലയിൽ പൂജാമുറി വരുന്നതാണ് ഏറ്റവും ഉത്തമം. ഫ്ലാറ്റുകളിൽ അനുയോജ്യമായ സ്ഥാനങ്ങളിൽ ഒക്കെ പൂജാമുറി വരാം. എന്നാൽ പൂജാമുറി ഗോവണിക്ക് താഴെ വരരുത്. അതായത് സ്റ്റെയർ കേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഏരിയയിൽ അതിൻ്റെ കീഴിലായിട്ട് ഒരിക്കലും പൂജാമുറി വരരുത്. അതുപോലെ തന്നെ ടോയ്ലറ്റിനടുത്ത് വരരുത്. അല്ലെങ്കിൽ ഒരേ ചുവരുകളായിട്ട് വരാനായിട്ട് പാടില്ല. പ്രധാന വാതിലിന് തൊട്ടു മുന്നിൽ ഒരിക്കലും പൂജാമുറി വരാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പൂജാമുറി കിഴക്കോ വടക്കോ ദർശനമായിട്ട് വേണം നമ്മളെപ്പോഴും സ്ഥാപിക്കേണ്ടത്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ വേണം ഇത് ക്രമീകരിക്കേണ്ടത്. പൂജാമുറിയിലെ വിഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ എന്നിവ കിഴക്കോ പടിഞ്ഞാറോ ദർശനമായിട്ടൊക്കെ വയ്ക്കാം. ഒരിക്കലും പരസ്പരം അഭിമുഖീകരിക്കുന്ന രീതിയിൽ ഒരിക്കലും ഇത് വയ്ക്കരുത്. പൊട്ടിയ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വിളക്കുകളോ ഒക്കെ നമുക്ക് പൂജാമുറിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പൂജാമുറിയിൽ അലങ്കാരമില്ലാത്ത, അതായത് തിരി തട്ടില്ലാത്ത സാധാരണ നിലവിളക്കാണ് ഏറ്റവും ഉത്തമം. പൂജാമുറിയിൽ തെക്ക് കിഴക്കോ കിഴക്ക് വശത്തോ വിളക്ക് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ, നല്ലെണ്ണ, നെയ്യ് എന്നിവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദിവസവും വിളക്ക് തെളിയിക്കുന്നത് നല്ലെണ്ണയാണ് ഏറ്റവും ഉത്തമം. ഈ ദ്രവ്യങ്ങളെല്ലാം തന്നെ നല്ല ശുദ്ധിയായിരിക്കുകയും വേണം. അപ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ 2 3 നിലയുള്ള വീടാണെങ്കിൽ എപ്പോഴും ഒരു നിലയിൽ, ആദ്യത്തെ നിലയിൽ വേണം നമ്മൾ തിരി തെളിയിക്കുവാനായിട്ട്. അവിടെയാണ് പൂജാമുറിയും നമ്മൾ സ്ഥാപിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരിക്കലും പൂജാമുറി വരരുത്. ഗോവണിക്ക് താഴെയോ അതുപോലെ ടോയ്ലറ്റിനടുത്തോ അല്ലെങ്കിൽ ഒരേ ചുവരുകളായിട്ടോ ഒന്നും ഒരിക്കലും പൂജാമുറിയോ അല്ല തിരി തെളിയിക്കുന്ന സ്ഥലമോ വരാനായിട്ട് പാടില്ല.